ഷമ്മാസ് അയച്ച ഫോട്ടോ പ്രേക്ഷകർക്ക് കൂടി കാണാം. അതൊന്ന് കാണിക്കൂ പ്രൊഡ്യൂസർ. ഇതാണ് ആ ചിത്രം. ആരോഗ്യമന്ത്രി ആർത്തുല്ലസിക്കുന്ന ചിത്രം പ്രേക്ഷകരൊന്ന് ഫുൾ സ്ക്രീനിൽ കാണണം. അവരിപ്പോഴും ഉയർത്തിവെച്ച ആ കട്ടിലിൽ തലയിണയിൽ തലതാങ്ങിയിരിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവർ മുൻ ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ പ്രവർത്തകരാണ് ചുറ്റും നിൽക്കുന്നത്. അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടുമെന്ന് കേട്ടോ. മുഹമ്മദ് ഷമ്മാസിന്റെ ഈ പറയുന്ന അവകാശവാദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേരളം ഞെട്ടും എന്നുള്ളത്. ഒരു പാട്ടിട്ട് കാണിക്കാൻ കഴിയുന്ന ചിത്രം എന്നാണ് ഷമ്മാസിനെ ഞാൻ കരുതിയത്. ഒരു ഐസിയുലെ പ്രോട്ടോകോൾ എന്താണെന്ന് ഒരു ആരോഗ്യമന്ത്രി ഞങ്ങൾ പഠിപ്പിക്കണം. പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഈ പറഞ്ഞ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും നിലനിൽക്കെ ഐസിയുവിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിക്കണം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും ഈ പറഞ്ഞ ജീവനക്കാരും എന്ത് ഉല്ലാസമാണ് അതിലുള്ളത്. അവർക്കിപ്പോഴും അവശതയുണ്ടെന്ന് അവരുടെ ചിത്രത്തിൽ നിന്ന് തന്നെ ബോധ്യമാണ്. ആരോഗ്യ പ്രവർത്തകർ അവരോട് ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുത്തു എന്നതിനപ്പുറത്ത് എന്ത് ഉല്ലാസമാണ് അതിൽ കാണാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ കണ്ണുനീര് മാധുവിന്റെ ന്യായീകരണം ഉൾപ്പെടെ ഇപ്പോഴും തത്സമയം കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്ന വീണ ജോർജിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി, പരിയാരം മെഡിക്കൽ കോളേജിൽ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. MRI റിപ്പോർട്ട് പറയാൻ കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ രണ്ടിടങ്ങളിൽ നാഡി മൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന എന്നതൊക്കെ പറഞ്ഞ് ഈ എഴുത്തൊക്കെ വായിച്ചു നോക്കിയാൽ ഗോവിന്ദൻ മാഷ് എഴുതി കൊടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പോലെ തോന്നും. ഇങ്ങനെ കുറെയുള്ള എഴുതി പടച്ചു വിട്ടിട്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന സമീപനം തന്നെയാണ്. പരിക്കേറ്റാൽ അവിടെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്യാൻ പറയാം. എന്തൊരു കഷ്ടമാണ്. ഒരു ക്ലിനിക്കിന്റെ ആവശ്യമില്ലേ മാധു? ഞാനോ മാധു പറയണ്ട. ഒരു പൊതുവായ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാവാൻ ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ഈ പറഞ്ഞ കോപ്രായ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരായിട്ട് ഈ പരിക്ക് ഒരു ഡിസ്കോ സോങ്ങിന്റെ അകമ്പടിയോടുകൂടി കാണിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ചിത്രം അങ്ങ് പറഞ്ഞ ന്യായത്തെ സാധൂകരിക്കുന്നതല്ല. എന്നോട് ക്ഷമിക്കണം. ശരി. Debate with Madhu Saji.